എന്തുകൊണ്ടാണ് ഗോൾഡും സിൽവറും ഇപ്പോൾ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്നത്? ഗോൾഡ് 3 രീതിയിലാണ് കാണപ്പെടുന്നത്. മൈൻ ചെയ്ത ഗോൾഡ് റിസർവ്സ്, പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഗോൾഡ് ഇ ടി എഫ് അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഗോൾഡ് കമ്മോഡിറ്റി ആയതിനാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സാണ് ഗോൾഡിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. ഒരു എക്കണോമിക് ക്രൈസിസ് ഓർ വാർ ഉണ്ടാകുന്ന ടൈമിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്സിൽ നിന്ന് മാറിയിട്ട് സേഫ് അസറ്റായിട്ടുള്ള ഗോൾഡിലേക്ക് നിക്ഷേപം നടത്തുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് ഗോൾഡ് ഇ ടി എഫിൽ ലിക്വിഡിറ്റി കൂടുതലാണ്. ഇന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ വിഡ്രോ ചെയ്യാനും പറ്റും. ഡിജിറ്റലി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് വർക്കിംഗ് കോസ്റ്റ്, ലോക്കർ ചാർജസ്, റോബറി ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓൺ ടു ഡിസഡ്വാൻറ്റേജ്, ചില സ്റ്റോക്സ് ഇൻകം തരുന്ന ഒരു ഡിവിഡൻഡ് ഇൻകമായിട്ട് തരത്തില്ല. ഗോൾഡ് ഇ ടി എഫ് ഹൈലി വോളറ്റൈലാണ്. US ഗോൾഡ് പ്രൈസ് ആൻഡ് ഡൊമസ്റ്റിക് ഗോൾഡ് പ്രൈസസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഷോർട്ട് ടേമിൽ സെല്ല് ചെയ്താൽ ഹയർ ടാക്സ് സ്ലാബിൽ വരുന്ന ഇൻഡിവിജ്വൽസ് 30% ടാക്സ് കൊടുക്കേണ്ടി വരും. എന്താണ് ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ ബെഞ്ച് മാർക്ക് റിട്ടേൺസിനെക്കാട്ടി കൂടുതലോ കുറഞ്ഞോ ആ ഒരു ഫണ്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ഓർ ഹയർ ട്രാക്കിംഗ് എറർ എന്നതിന് പറയും. ഗോൾഡ് ഹൈ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടും ഹൈ ട്രാക്കിംഗ് എറർ ആയതുകൊണ്ടും നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഗോൾഡ് തരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗോൾഡ് ട്രാക്കിംഗ് എറർ കുറവായി ബാലൻസായി വന്നിട്ടുണ്ട്. ഓൺ ടു സിൽവർ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കമ്മോഡിറ്റിയാണ്. സിൽവർ EV ബാറ്ററീസ്, സെമി കണ്ടക്ടേഴ്സ്, സോളാർ പാനൽസ് എന്നിവകളിൽ യൂസ് ചെയ്യുന്നു. സിൽവറിന് കൂടുതലായി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. 2019 കഴിഞ്ഞ ഒരു മാസീവ് ജമ്പാണ് സിൽവർ ഡിമാൻഡിന് വന്നിട്ടുള്ളത്. പക്ഷേ സിൽവറിൻ്റെ സപ്ലൈ കുറവുമാണ്. അതുകൊണ്ടാണ് സിൽവറിൻ്റെ പ്രൈസ് കൂടി വരുന്നത്. പക്ഷേ സിൽവറും ഗോൾഡ് പോലെ തന്നെ ട്രാക്കിംഗ് എറർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ETF 50% റിട്ടേൺസ് തരികയും സിൽവർ ETF 52% റിട്ടേൺസ് തരികയും ചെയ്തു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് മൈ നമ്പർ. താങ്ക് യു എവ്രി വൺ.